ഹായ് ഹലോ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഗൽ നോട്ടീസ് ഇഗ്നോർ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ലീഗൽ നോട്ടീസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ലീഗൽ നോട്ടീസ് എന്നത് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഒരാളുടെ അവരുടെ ഭാഗം വിശദീകരിക്കാനോ അല്ലെങ്കിൽ പ്രശ്നം സെറ്റിൽ ചെയ്യാനോ ഉള്ള ലാസ്റ്റ് ലീഗൽ വാർണിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരാളുടെ പേരിൽ നിങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നതിന് മുൻപ് അയാളെ അത് അറിയിച്ചു കൊണ്ടുള്ളൊരു നോട്ടീസ് അയക്കുന്നു. അതിനെയാണ് ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരിക്കലും ഡയറക്റ്റ് അവരെ വിളിച്ച് പറയാനോ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊരു അഡ്വക്കേറ്റിനെ കാണുന്നു. നിങ്ങളുടെ എതിർകക്ഷിയുടെ പേരിലുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് അവരെ അറിയിച്ചു കൊണ്ടുള്ള ലീഗൽ നോട്ടീസ്, അതിനെയാണ് ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത്. എന്നാൽ ലീഗൽ നോട്ടീസ് ഇഗ്നോർ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് നിങ്ങൾ അയച്ച നോട്ടീസിന് 15 തൊട്ട് 30 ദിവസം വരെയാണ് സമയം തന്നിരിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ നോട്ടീസ് അവർ തന്നിരിക്കണം. അതായത് നിങ്ങൾ ഒരാളുടെ പേരിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്ന് അവരെ അറിയിക്കുന്നു. അറിയിക്കുന്നതിനെയാണ് പറയുന്നത് ലീഗൽ നോട്ടീസ് എന്നുള്ളത്. എന്നാൽ അതിന് നിങ്ങൾക്ക് റിപ്ലൈ തന്നില്ല എങ്കിൽ എന്ത് ആണ് സംഭവിക്കാൻ പോകുന്നത്, അതാണ് ഞങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലീഗൽ നോട്ടീസിന് നിങ്ങൾക്ക് റിപ്ലൈ തരാത്തതിന് പക്ഷം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിലെ പാർട്ടിക്ക് എതിരായിട്ട് കോടതിയിൽ സിവിൽ സൂട്ട് അല്ലെങ്കിൽ ക്രിമിനൽ സൂട്ട് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ അയച്ച നോട്ടീസിന് നിങ്ങൾക്ക് റിപ്ലൈ നോട്ടീസ്, അതായത് റിപ്ലൈ തരാത്തത് പക്ഷം നിങ്ങൾക്ക് അവരുടെ പേരിൽ ഡയറക്റ്റായിട്ട് കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും, അതായത് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ അഡ്വക്കേറ്റ് വഴി നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ അയക്കുന്ന നോട്ടീസിന് 15 അല്ലെങ്കിൽ 30 ദിവസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാത്ത പക്ഷം നിങ്ങൾക്ക് അത് കോടതിയിൽ ഡയറക്റ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. നിങ്ങളങ്ങനെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലെ പാർട്ടി വരുമ്പോൾ കോടതിയിൽ ജഡ്ജിന് നേരിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്, എന്തുകൊണ്ട് നോട്ടീസിന് റിപ്ലൈ കൊടുത്തില്ല. അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവർ അലിഗേഷൻ കറക്റ്റാണ്, അവർക്കെതിരായിട്ടുള്ള നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ്സ് എല്ലാം കറക്റ്റാണ്, ശരിവെക്കുകയാണ് കോടതി. അടുത്ത അതിൽ വരുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ സെറ്റിൽമെൻറ്റ് ചാൻസ് നഷ്ടപ്പെടും. നോട്ടീസ് സ്റ്റേജിൽ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ കോംപ്രമൈസോ പേയ്മെൻറ്റ് ഷെഡ്യൂളോ മ്യൂച്വൽ സെറ്റിൽമെൻറ്റോ ഇവയൊന്നും പോസിബിളായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ റിപ്ലൈ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കേസ് ചിലപ്പോൾ അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. എന്നാൽ അവർ റിപ്ലൈ നോട്ടീസ് തരാത്ത പക്ഷം അത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ എക്സ് പാർട്ടി ഓർഡർ വരാം. അതാണ് 4ാമത്തെ കാര്യം. കോർട്ട് സമൻസ് വന്നിട്ടും അപ്പയർ ചെയ്യാത്ത കോർട്ട് വൺ സൈഡഡ് ജഡ്ജ്മെൻറ്റ് എക്സ് പാർട്ടി ഓർഡർ പാസ് ചെയ്യാൻ പറ്റും. കോടതിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത റിപ്ലൈ കൊടുക്കാനുള്ള ടൈം ലിമിറ്റാണ്. സാധാരണ 7 തൊട്ട് 15 ദിവസം വരെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ കേസുകളിൽ 7 തൊട്ട് 15 ദിവസം അല്ലെങ്കിൽ 15 തൊട്ട് ഒരു 30 ദിവസം വരെ ടൈം കൊടുക്കും. ഇതിനുള്ളിൽ എന്തായാലും റിപ്ലൈ നോട്ടീസ് തന്നിരിക്കും. അത് കേസിൻ്റെ ഗൗരവം കണക്കാക്കി അഡ്വക്കേറ്റ് വയ്ക്കുന്ന ടൈം പീരീഡാണ്. 1 മന്തിൽ കൂടുതൽ പറ്റില്ല. അപ്പം അത്രയും ദിവസത്തിനുള്ളിൽ റിപ്ലൈ നോട്ടീസ് തരണം. അത് കഴിഞ്ഞ് അടുത്ത ഡിലേ എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ പ്രോബ്ലമാണ്. അത് കഴിഞ്ഞ് അടുത്തത് ലീഗൽ നോട്ടീസ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യണം. പ്രോപ്പർ ലീഗൽ റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുക. ഫോൾസ് അലിഗേഷൻസ് ഡെനി ചെയ്യുക. റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ലീഗൽ നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടനെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു അഡ്വക്കേറ്റിനെ കാണുക. പ്രോപ്പറായിട്ടുള്ള ലീഗൽ റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുക. ഫോൾസ് അലിഗേഷൻസ് ആണെങ്കിൽ അത് ഡെനി ചെയ്യുക. അതായത് അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് എല്ലാം തെറ്റാണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ റിപ്ലൈ നോട്ടീസിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പാടില്ലാത്ത കാര്യം, നോട്ടീസ് ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾ കാണാതെ പോകരുത്. നോട്ടീസിന് ഉറപ്പായിട്ട് റിപ്ലൈ കൊടുക്കണം. ഇമോഷണൽ ഓർ അബ്യൂസീവ് റിപ്ലൈ അയക്കരുത്. അതായത് വിഷമകരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള അയക്കാൻ പാടില്ല. കറക്റ്റ് ലോയുടെ രീതിയിൽ തന്നെ നിങ്ങൾ അയക്കണം. അതായത് നിങ്ങളുടെ അഡ്വക്കേറ്റ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയൊന്നും പാടില്ല. കറക്റ്റ് അലിഗേഷന് മാത്രം റിപ്ലൈ കൊടുത്താൽ മതി. വാട്സപ്പ് റിപ്ലൈ ലീഗൽ റിപ്ലൈ അല്ല. വാട്സപ്പ് വഴി അയക്കുന്ന റിപ്ലൈ ഒരിക്കലും ലീഗൽ റിപ്ലൈ അല്ല. കറക്റ്റായിട്ട് പോസ്റ്റ് വഴി ഡ്രാഫ്റ്റ് ചെയ്ത് തന്നെ അയക്കണം. അത് മാത്രമാണ് ലീഗൽ റിപ്ലൈ ആയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരിക്കലും ഒരു റിപ്ലൈ അയക്കാൻ പറ്റില്ല. നിങ്ങൾ ഉറപ്പായിട്ടും അഡ്വക്കേറ്റിനെ കണ്ട് മാത്രമാണ് നിങ്ങൾക്ക് റിപ്ലൈ അയക്കാൻ പറ്റുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗൽ ടിപ്പ് എന്ന് പറയുമ്പോൾ ലീഗൽ നോട്ടീസ് റിപ്ലൈ ചെയ്യുന്നത്
കുറ്റം സമ്മതിക്കുന്നതല്ല. നിങ്ങൾ അതിന് റിപ്ലൈ നോട്ടീസ് കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് സമ്മതിച്ചു കൊണ്ടുള്ള ഒന്നല്ല. അത് നിങ്ങളുടെ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് തെറ്റാണെന്ന് കാണിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി മാത്രമാണ് ഈ റിപ്ലൈ നോട്ടീസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും കുറ്റസമ്മതം